ഹായ് ഗൈസ്, ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡിക്ഷണറീസിനെ പറ്റിയായിരുന്നു. അപ്പോൾ നമ്മൾ ലിസ്റ്റ്, സ്ട്രിങ്, ഡിക്ഷണറി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ബേസിക്സ് ഓക്കെ. നമ്മൾ ടപ്പിൾസിലോട്ട് പോവുകയാണ്. അപ്പോൾ ടപ്പിൾസിൽ നമ്മൾ സിമ്പിൾ ആണ്. ഇതിപ്പോൾ ലിസ്റ്റ്, ഡിക്ഷണറി എന്ന് പറയുന്ന പോലെ തന്നെ ടപ്പിൾസിൽ ദാറ്റ്സ് ഓൾ. അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കളക്ഷൻ ഓഫ് ഡാറ്റ സ്റ്റോർ ചെയ്താക്കാൻ പറ്റും. നമ്മൾ ലിസ്റ്റിൽ ചെയ്ത മാതിരി തന്നെ ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ലിസ്റ്റ് നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് ആണ് ഉപയോഗിച്ചിരുന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ പാരന്തസിസ് ആണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ നോട്ടിൽ വെച്ച് നോക്കിയാൽ മതി. വെച്ചാൽ ഓപ്പൺ, ക്ലോസിങ്, പാരന്തസിസ് ആയിരിക്കും. പിന്നെ ഇതിനുള്ളിൽ നമ്മൾ ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്സും ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിൽ ഒരു ചെറിയൊരു കാര്യം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ നെയിം അണ്ടർസ്കോർ ഡാറ്റ എന്ന് പറഞ്ഞ വേരിയബിളിലോട്ട് കളക്ഷൻ ഓഫ് ഡാറ്റയുള്ള ജോൺ, എബ്രഹാം, റീന എന്ന് പറഞ്ഞത് അസൈൻ ചെയ്തു. പക്ഷെ ഇവിടെ നിങ്ങൾ രണ്ടാമത്തെ നോക്കുക, സിംഗിൾ വാല്യൂ നമ്മൾ ടപ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പോകും. അപ്പോൾ ജോൺ എന്ന് എഴുതിയിട്ട് ഒരു കോമ കൊടുത്ത്, അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു സിംഗിൾ ഐറ്റം ടപ്പിൾസിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു കോമ കൊടുക്കണം. അപ്പോൾ നിങ്ങൾ ചോദിക്കും അതെന്തിനാവണം? അപ്പോൾ നമ്മളിതിലൊരു പാരന്തസിസ് ആണുള്ളത്. ഈ പാരന്തസിസ് വെച്ചുകൊണ്ട് നമുക്ക് ഇവിടെ പൈത്തന്റെ റൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാരന്തസിസ് വെച്ചാണ് മാത്രം നമുക്ക് ഇതിനൊരു ടപ്പിൾസ് ആക്കി മാറ്റാൻ പറ്റൂല. കാരണം പാരന്തസിസ് നമ്മൾ പല പർപ്പസിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഈ പോയിന്റിൽ എഴുതിക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യല്ലോ. ഇപ്പോൾ അപ്പൻഡ്, റിമൂവ്, പോപ്പ് ഐറ്റം ഏത് തന്നെ വിളിക്കുകയാണെങ്കിൽ നമ്മൾ അതിന് ഓപ്പൺ, ക്ലോസ് ആയിട്ട് പാരന്തസിസ് കൊടുക്കണല്ലേ. അപ്പോൾ അങ്ങനെ ഒരു കേസിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ വേറൊരു കേസാണ് ഇപ്പോൾ ഓപ്പറേഷൻസ് ചെയ്യുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ട് വാല്യൂസ് കൂട്ടിയിട്ട് പിന്നെ അതിൽ നിന്ന് ഒരു വാല്യൂ കുറക്കെടുക്കുക. 10+5 പിന്നെ അതിൽ നിന്ന് -2 കൊടുക്കുക. അപ്പൊ അങ്ങനത്തെ പല പർപ്പസിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഈ ടപ്പിൾസ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനുള്ളൊരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഒരു കോമ ഇട്ട് കൊടുക്കുക. അപ്പൊ അത് ടപ്പിൾസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യും. അത് അങ്ങനെ റൂളാണ്, നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. സിംഗിൾ വാല്യൂ ആഡ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒരു വാല്യൂ മാത്രം ആഡ് ചെയ്യാതെ കോമ ഇട്ട് കൊടുക്കുക. ടപ്പിൾസ് ആണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. നമുക്കറിയാം നമ്മൾ എന്താണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. നെയിം, അസൈൻ, ജോൺ എന്ന് പറഞ്ഞിട്ട് പാരന്തസിസ് ക്ലോസ് ചെയ്തു. അപ്പൊ ഇവിടെ ആക്ച്വലി എന്താ ഉണ്ടാകുന്ന അറിയോ? നമ്മൾ ഇതിന്റെ ടൈപ്പ് പ്രിന്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്കിത് സ്ട്രിങ് ആയിട്ടാണ് വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡബിൾ കോട്ട് മാത്രം കൺസിഡർ ചെയ്ത, വെച്ചാൽ പാരന്തസിസ് കൺസിഡർ ചെയ്തില്ല, അതിലൊരു ടപ്പിൾസ് ആയിട്ട് എടുത്തില്ല. പക്ഷെ ഞാൻ അടുത്തിൽ ജസ്റ്റ് ഒരു കോമ കൊടുത്തു. കോമ കൊടുത്തപ്പോൾ എന്ത് ചെയ്തു? അതിന്റെ സിംഗിൾ വാല്യൂ ടപ്പിൾസ് ആയിട്ട് എടുത്തു. അതിന്റെ ക്ലാസ് നോക്കാൻ ടപ്പിൾസ് എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ കോമ കൊടുത്തപ്പോൾ ടപ്പിൾസ് ആയിട്ട് അതിനെ കണക്കാക്കി. അപ്പൊ അത്ര ഓർത്തൊക്കെ, സിംഗിൾ വാല്യൂ ടപ്പിൾസിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കോമ കൊടുക്കണം. ജസ്റ്റ് ഒരു റൂളാണ്. നമ്മളെ ലിസ്റ്റിനും ഡിക്ഷണറിയൊക്കെ പറഞ്ഞ സെയിം സംഭവം തന്നെ ഒരു കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. അതിൽ ഒന്നാണ് ഓർഡർ. ഓർഡർ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഓൾറെഡി ഇൻഡെക്സ് ചെയ്യാൻ കഴിയും. ഇപ്പൊ 0th ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾവേസ് ആ ഫസ്റ്റത്തെ ആയിട്ട് ഏതാണ് അത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് മാറൂല. 0th ഇൻഡെക്സിൽ ഏതാണ് എടുക്കുന്നത് അതന്നെ. പിന്നെ നമ്മൾ മാറ്റിയാൽ മാത്രമേ മാറുള്ളൂ, അല്ലാതെ അത് മാറൂല. അതേപോലെ അൺചേഞ്ചബിൾ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയാ, ടപ്പിൾസ് ഒരട്ടം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിലോട്ട് അപ്ഡേറ്റ്, ആഡ്, റിമൂവ് ഈ പരിപാടി ഒന്നും നടക്കൂല. മറ്റുള്ള ലിസ്റ്റിലും ഡിക്ഷണറിലൊക്കെ നടക്കൂല, ടപ്പിൾസിൽ നടക്കൂല. അപ്പൊ ഇത് ഇങ്ങനത്തെ ചില പർപ്പസിൽ നമ്മൾ ടപ്പിൾസ് ഉപയോഗിക്കും, അത്രേ ഉള്ളൂ. പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ നമുക്ക് എത്ര ആഡ് ചെയ്യാം? ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പോ നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് ഓർഡർ ആണ്. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഒരു ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞ വേരിയബിളിലോട്ട് അസൈൻ ചെയ്ത് കളക്ഷൻ ഓഫ് ഡാറ്റ ടപ്പിൾസ് ആയിട്ടാണ്, അതുകൊണ്ടാണ് പാരന്തസിസ് ഓപ്പൺ ചെയ്തു. എന്നിട്ട് ആപ്പിൾ, ബനാന, ചെറി, ബനാന കൊടുത്തത്. അപ്പൊ ശ്രദ്ധിച്ചു, ബനാന 2 വട്ടമുണ്ട്. അത് നമ്മളിപ്പോ പറയണില്ല. ഇപ്പൊ നമ്മൾ ഇൻഡെക്സ് ആണ് പറയുന്നത്, ഓർഡർ ആണ് പറയുന്നത്. ഫ്രൂട്ട്സിൽ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്പിൾ വരും. അത് നമ്മളിവിടെ 1000 വട്ടം ട്രൈ ചെയ്താലും ആപ്പിൾ പറഞ്ഞ ഔട്ട്പുട്ട് മാത്രമേ വരുള്ളൂ. അത് വെച്ച് കഴിഞ്ഞാൽ അത് ഓർഡർ ആണ്, കറക്റ്റ് അതിന്റെ പൊസിഷനിങ് ഉണ്ട്. അപ്പൊ ഇത്ര വട്ടം നമ്മൾ ട്രൈ ചെയ്ത് വീണ്ടും വീണ്ടും കൂടുതൽ സെയിം ഓർഡറിൽ, സെയിം പൊസിഷനിൽ, സെയിം ഡാറ്റ വരും. അതാണ് ഓർഡർ. ഇനി അൺചേഞ്ചബിൾ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ ഒരു നമ്പേഴ്സ് എന്ന് പറഞ്ഞ വേരിയബിളിലോട്ട് കളക്ഷൻ ഓഫ് ഡാറ്റയിൽ ടപ്പിൾസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തു, 1, 2, 3, 4. എന്നിട്ട് ആ നമ്പറിന്റെ സ്ക്വയർ ബ്രാക്കറ്റിൽ 1 എന്ന് പറഞ്ഞാൽ നമ്പറിന്റെ ഒന്നാമത്തെ ഇൻഡെക്സ്. അത് വെച്ച് കഴിഞ്ഞാൽ ഈ വാല്യൂ 2 വരും. മൗസ് പോയിന്റർ നോക്കണം. അതിലോട്ട് 99 ആയിട്ട് അപ്ഡേറ്റ് ചെയ്ത് ഇങ്ങനെ നമ്മൾ ചെയ്യലുണ്ടല്ലോ. ചെയ്യുമ്പോൾ എന്താ ഉണ്ടാകുക? ആ 2 മാറിയിട്ട് 99 വരും. പക്ഷെ ടപ്പിൾസിൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അത് ഇമ്മ്യൂട്ടബിൾ ആണ്. ഒരട്ടം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്രിയേറ്റ് ചെയ്ത് പിന്നെ അത് മാറ്റാൻ പറ്റില്ല. പിന്നെ വേണം വേറെ ക്രിയേറ്റ് ചെയ്യുക, അത് ഒഴിവാക്കിയാണ്ട്, അത്രേ ഉള്ളൂ. അപ്പൊ ഓക്കെ. അപ്പൊ നമുക്കത് എന്താ, ഒരട്ടം ക്രിയേറ്റ് ചെയ്ത് പിന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇത് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന സൊല്യൂഷൻ ഉണ്ടാകുമ്പോൾ അവിടെ നിൽക്കട്ടെ. മൂന്നാമത്തത് അല്ല ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് എന്നാ പറഞ്ഞത്. ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ നമ്മൾ ഫസ്റ്റ് തന്നെ ഇവിടെ കണ്ടില്ല നിങ്ങൾ, ഞാൻ ക്രിയേറ്റ് ചെയ്ത് 2 വട്ടം ബനാന വന്ന്. അപ്പൊ ഡ്യൂപ്ലിക്കേറ്റ് അല്ലേ? പക്ഷെ ഓക്കെ ആണ്, ടപ്പിൾസിന് അത് ഫൈൻ ആണ്. ഡിക്ഷണറിയിൽ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാറില്ലായിരുന്നു. സെയിം കീ വരാൻ പാടില്ലായിരുന്നു. പക്ഷെ ടപ്പിൾസിന് ആ പ്രശ്നമില്ല. സെയിം എന്താ പറയുക വാല്യൂസ് പിന്നെയും എടുക്കും. ഇപ്പൊ ഉണ്ടല്ലേ, ആലീസ് 2 വട്ടം, ബോബ് 2 വട്ടം വന്നു ഔട്ട്പുട്ടിൽ. അതെല്ലാം ഡാറ്റ ഉണ്ട്. പക്ഷെ ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ആഡ് ചെയ്യുക, ഇൻഡെക്സ് എടുക്കാൻ കഴിയും, അൺചേഞ്ചബിൾ ആണ്. ഒരട്ടം ഉണ്ടാക്കിയാൽ ചേഞ്ച് ചെയ്യാൻ പറ്റൂല. പിന്നെ ഇപ്പൊ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് ഒരു ടപ്പിൾസിന്റെ എങ്ങനെ ഒരു വാല്യൂ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പൊ നെയിം അണ്ടർസ്കോർ ഡാറ്റ എന്നതിലോട്ട് ജോൺ, എബ്രഹാം, റീന എന്ന് പറഞ്ഞ്
ഡാറ്റ ടപ്പിൾസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തു. നമ്മൾ പോസിറ്റീവ് ഇൻഡെക്സിങ് ഓൾറെഡി അറിയാം. നെയിം ഡാറ്റയിൽ 0th ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ജോൺ വരും. ആൾവേസ് 0 ജോൺ ആയിരിക്കും. പിന്നെ നെഗറ്റീവ് ഇൻഡെക്സിങ് നമുക്കറിയാം. ഇവിടെ നിങ്ങടല്ലേ 0 മൗസ് പോയിന്റർ നോക്കണം, 0 1 2 അങ്ങനെ പോകും. മൈനസ് വരുമ്പോൾ -1 -2 -3 ഇങ്ങോട്ട് വരും. അപ്പൊ -1 എന്ന് പറയുന്നത് എന്താ? റീന. ഇനി ഇതിൽ 2 എന്ന് പറയുന്നത് എന്താ? 2 എന്ന് പറയുമ്പോൾ പോസിറ്റീവ്. ഇവിടെ നോക്കാം 0 1 2 റീന. അപ്പൊ 2 എന്ന് പറയുന്നതും ഇവിടെ നിങ്ങോട്ട് മൈനസ് എന്ന് പറയുന്നത് 1 ആണ്. -1 എന്ന് പറഞ്ഞാൽ റീന വരും, 2 എന്ന് പറഞ്ഞാലും റീന വരും. കാരണം 2 എന്ന് പറയുമ്പോൾ 0 1 2. ഇനി റേഞ്ച് ഓഫ് ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ വാല്യൂ വെച്ച് ചെയ്യാം. അപ്പൊ സ്റ്റാർട്ട് നമ്മളിവിടെ പറയുന്നുണ്ട്, ഈ ബ്രാക്കറ്റിനുള്ളിൽ സ്റ്റാർട്ട് കോളൻ എൻഡ്, ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. അത് വീണ്ടും ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാരണം പഴയ വീഡിയോ കണ്ട് മനസ്സിലാക്കുന്നത് ഡെഫിനറ്റ്ലി മനസ്സിലാവും. ഇല്ലെങ്കിൽ അവിടെ നിങ്ങൾക്ക് എന്തോ മിസ്സിംഗ് ഉണ്ട് എന്നതിന്റെ അർത്ഥം. അപ്പൊ ഒന്നുകൂടി ക്ലാരിറ്റി വരുത്തണം. ഇപ്പൊ സ്റ്റാർട്ട് കോളൻ എൻഡ് അങ്ങനെയല്ല നമ്മൾ എപ്പോഴും ഇൻഡെക്സ് വെച്ചത്. സ്റ്റാർട്ട് കോളൻ എൻഡ്. അപ്പൊ സ്റ്റാർട്ട് എത്ര? 0 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മുതൽ. എൻഡ് എന്ന് പറഞ്ഞെങ്കിൽ എക്സ്ക്ലൂസീവ്, അത് ഇൻക്ലൂഡ് ചെയ്യില്ല, എക്സ്ക്ലൂഡഡ് ആണ്. അപ്പൊ 2 എന്ന് പറഞ്ഞാൽ 1 വരെ വരുള്ളൂ. 0 1. അപ്പൊ ജോണും എബ്രഹാം പ്രിന്റ് ചെയ്യും. ഇനി ഇവിടെ 0 കൊടുത്തിട്ട് ഇവിടെ 3 കൊടുത്തു കഴിഞ്ഞാല് 0 1 2 3 വരും. നമുക്ക് ഇവിടെ 0 കൊടുക്കണ്ട, നമുക്ക് ഇവിടുന്ന് എന്താ പറയാ ഫസ്റ്റ് മുതൽ എടുക്കും. അതേമാതിരി ഇവിടെ കൊടുക്കാന്ന് കഴിഞ്ഞാൽ ലാസ്റ്റ് വരെ എടുക്കും. അതാക്കളെ നമ്മൾ ഒരുപാട് വട്ടം ട്രൈ ചെയ്തതാണ് സ്റ്റാർട്ട് ഇൻഡെക്സ് വെച്ചാണല്ലോ. അപ്പൊ നിങ്ങൾ ഒന്നും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അപ്ഡേറ്റ് ഐറ്റം ഇപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു, എന്താ പറയാ ആക്സസ് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്ക് ഇപ്പൊ നേരെ നമ്മൾ പറഞ്ഞു ചേഞ്ചബിൾ അല്ല. ഒരു ടപ്പിൾസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടപ്പിൾസിലോട്ട് പിന്നെ ഒരു വാല്യൂ ആഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമുക്ക് അതിലോട്ട് ആഡ് ചെയ്യാൻ, അപ്ഡേറ്റ് ചെയ്യാൻ, റിമൂവ് ചെയ്യാൻ എല്ലാം പറ്റും. അതിന് ചെറിയൊരു കാര്യം ചെയ്യണം, ആ ടപ്പിൾസ് നമ്മൾ ലിസ്റ്റിലോട്ട് കൺവേർട്ട് ചെയ്യണം. പിന്നെ നമ്മൾ പിന്നെ ഒന്നുമില്ല, പിന്നെ നമ്മൾ ലിസ്റ്റിൽ എന്താണോ പഠിച്ചത് അതെല്ലാം ഇംപ്ലിമെന്റ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ചെയ്ത് കാണിച്ചാൽ ടപ്പിൾസിന്റെ ആ എഡിറ്റ് ചെയ്യാൻ പറ്റാത്തത്. ഇപ്പൊ ഞാന് നമ്പർ എന്ന് പറഞ്ഞാണ്ട് ഞാൻ ടപ്പിൾസ് ക്രിയേറ്റ് ചെയ്യാണ്. 1, 2, 3, 4. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, നമ്പറിന്റെ 0th ഇൻഡെക്സിലോട്ട് ഞാനൊരു 1000 അസൈൻ ചെയ്യാം. നമുക്കറിയാലോ ഇങ്ങനെ അസൈൻ ചെയ്യുന്നത്. ഇൻഡെക്സിലോട്ട് അസൈൻ ചെയ്യാം, ഇൻഡെക്സ് വേണം ഫെച്ച് ചെയ്യുക, ഇൻഡെക്സിലോട്ട് ഇങ്ങനെ അസൈൻ ചെയ്യാം. പക്ഷെ ഇവിടെ പറയുന്നത് ടപ്പിൾസ് ഒബ്ജക്ട് ഡു നോട്ട് സപ്പോർട്ട് ആയിട്ട് അസൈൻമെന്റ് വെച്ചാൽ അസൈൻ ചെയ്യാൻ കഴിയൂല. അതാണ് നമ്മൾ പറഞ്ഞത് ചേഞ്ചബിൾ അല്ല. അപ്പൊ ഇത് ഇവിടെ നടക്കൂല. ഓക്കെ, ഇനി ഇതിനൊരു സൊല്യൂഷൻ ഉണ്ട്. ആ സൊല്യൂഷൻ നമ്മൾ പറയുന്നത്, നമ്മളിപ്പോ ഒരു പുതിയൊരു വേരിയബിളിലോട്ട് അസൈൻ ചെയ്യാണ്. നമ്മൾ പറയണ്ടേ സ്ട്രിങ് ക്രിയേറ്റ് ചെയ്യാൻ str, ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യാൻ dict, അതേമാതിരി എന്താ പറയാ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ ലിസ്റ്റ്. സോ നമ്മൾ എന്ത് ചെയ്യും, ലിസ്റ്റ് കൊടുത്തു. എന്നിട്ട് അതിനുള്ളിൽ എന്താണ് വേണ്ടത് അത് കൊടുക്കലല്ലേ, നമ്പർ കൊടുത്തു. ഇപ്പൊ എന്താ എറർ ഉണ്ടാവും നോക്കുക. ഒന്നും സംഭവിച്ചില്ല. നമ്മൾ പ്രിന്റ് ചെയ്ത് നോക്കുക. നമുക്ക് ഇവിടെ ഒരു നമ്പറും പ്രിന്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റത്തേത് പാരന്തസിസ്, അതായത് ടപ്പിൾസ് ആണ്. സെക്കൻഡത് സ്ക്വയർ ബ്രാക്കറ്റ് ലിസ്റ്റ് ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ടെസ്റ്റിന് 0th വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്കൊരു 1000 അസൈൻ ചെയ്യാം. എന്നിട്ട് പ്രിന്റ് ചെയ്യാം വീണ്ടും ടെസ്റ്റ്. അപ്പൊ ടെസ്റ്റിൽ 0th വാല്യൂ 1000 വന്നു. ഇതുവരെ ടപ്പിൾസിലോട്ട് വന്നില്ലേ, ലിസ്റ്റിൽ മാത്രമേ കളിച്ചിട്ടുള്ളൂ. ഇനി എന്താ ചെയ്യാ, നമ്മൾ ഈ നമ്പർ എന്ന് പറഞ്ഞിട്ട് അതിനെ അപ്ഡേറ്റ് ചെയ്യാണ്. അപ്പൊ നമുക്ക് ടപ്പിൾസ് അല്ല വേണ്ടേ, ഇപ്പൊ ലിസ്റ്റിന് ലിസ്റ്റ് ആണ്, ടപ്പിൾസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് അതിന്റെ ഉള്ളിൽ എന്ത് ചെയ്യാ, ഈ ടെസ്റ്റിനെ നേരെ ഓപ്പോസിറ്റ്. ഇവിടെ നമ്മൾ ഈ ടപ്പിൾസിനെ കൊടുത്തിട്ട് ലിസ്റ്റിനുള്ളിൽ കൊടുത്തു. ഇവിടെ ടപ്പിൾസിന്റെ ഉള്ളിൽ ലിസ്റ്റിനെ കൊടുക്കുക, നേരെ ഓപ്പോസിറ്റ്. ടപ്പിൾസിനുള്ളിൽ ടപ്പിൾസിനെ കൊടുത്തിട്ട് കാര്യമില്ലല്ലോ, ലിസ്റ്റ് വേറെ എന്തെങ്കിലും കൊടുക്കണ്ടേ. അപ്പൊ നമ്മൾ ടെസ്റ്റ് കൊടുത്തു. ടെസ്റ്റ് എന്താ, ലിസ്റ്റ്. ഇനി എന്ത് ചെയ്യുന്നു, ഈ പ്രിന്റ് ചെയ്ത നമ്പർ ഉണ്ടല്ലോ, അതേ സംഭവം നമ്മൾ ഇവിടെ ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. അപ്പൊ നമ്പർ ചേഞ്ച് ആവുകയാണ്. കണ്ടങ്ങൾ ടപ്പിൾസ് വീണ്ടും ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്. പക്ഷേ ഫസ്റ്റത്തെ ടപ്പിൾസ് 1 2 3 4 നമ്മൾ ലിസ്റ്റിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് ലിസ്റ്റിൽ ഒരു അപ്ഡേറ്റ് വരുത്തിയിട്ട് ആ ലിസ്റ്റിന് ടപ്പിൾസിലോട്ട് അപ്ഡേറ്റ് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ക്രിയേറ്റ് ചെയ്ത്. അപ്പൊ ഒരു ഡയറക്റ്റ് ആയിട്ട് ടപ്പിൾസ് ചെയ്യാൻ പറ്റില്ല. ഇനി അങ്ങനെ ചെയ്യണം, നമുക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ ലിസ്റ്റിലോട്ട് കൺവേർട്ട് ചെയ്യുക, ലിസ്റ്റിൽ ചെയ്യാം. ഇനിയിപ്പോ നമുക്ക് വേണ്ട ഈ 0th ഉണ്ടല്ലോ, 0th ഒഴിവാക്കിയിട്ട് നമുക്ക് അപ്പൻഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷന്റെ ഉള്ളിൽ ഒരു എമൗണ്ട് കൊടുക്കുക. അപ്പൊ ഈ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ വേറൊരു ഓപ്ഷന്. അപ്പൊ എന്താ ഉണ്ടാകുക നോക്കുക. ആണങ്ങള് 0th ഇൻഡെക്സിൽ പറഞ്ഞപ്പോ അത് ഫസ്റ്റിൽ വന്ന്. ഇതൊക്കെ നമ്മളെ ലിസ്റ്റിന്റെ റൂൾസ് ആണ്. അപ്പൻഡ് വരുമ്പോ ലാസ്റ്റിൽ വരും. അത് നിങ്ങൾ അവിടെ നിന്ന് മനസ്സിലാക്കുക, ഇവിടെ ഒന്ന് കൺഫ്യൂഷൻ ആകരുത്. ഇത്രേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യണമെങ്കിലും ലിസ്റ്റിലോട്ട് മാറ്റിയിട്ട് ലിസ്റ്റിൽ ആ ഓപ്പറേഷൻ ചെയ്യുക,
വീണ്ടും ടപ്പിൾസിലോട്ട് കൺവേർട്ട് ചെയ്യുക. അങ്ങനെ ലാസ്റ്റ് ടപ്പിൾസിലെ ഡാറ്റ വന്നു. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഞാൻ നേരത്തെ അൺചേഞ്ചബിളിന്റെ അടിയിലുള്ള സ്ക്രീൻഷോട്ട് അപ്പം കാണിച്ചിരുന്നില്ല. അപ്പൊ നമ്പർ 1 2 3 4 എന്നിട്ട് എന്ത് ചെയ്യും നമ്മൾ ലിസ്റ്റ് നമ്പറിന് എന്ത് ചെയ്യും ടപ്പിൾസ് ആണ് ഈ നമ്പർ അതിനെ കൺവേർട്ട് ചെയ്ത് ലിസ്റ്റിലോട്ട്. അങ്ങനെ ലിസ്റ്റ് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷനുകൾ നമ്മൾ നമ്പർ ആഡ് ചെയ്തു. അപ്പൊ ടെമ്പ് ലിസ്റ്റ് എന്ന് പറഞ്ഞത് ഇപ്പൊ എന്തായി ലിസ്റ്റ് ആണ്. ഇനി ആ ലിസ്റ്റിന്റെ ഒന്നാമത്തെ ഇൻഡെക്സ് 0 1 ഈ രണ്ടിന് പകരം 99 കൊടുത്ത് നമുക്ക് മോഡിഫൈ ചെയ്യാം, ഐറ്റം അസൈൻമെന്റ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്തു ടപ്പിൾസ് എന്ന് പറഞ്ഞ ഫംഗ്ഷനുള്ളത് ടെമ്പ് ലിസ്റ്റ് കൊടുത്തു. ഇനി ഈ ലിസ്റ്റിനെ ഇങ്ങോട്ട് ഇട്ട് കൊടുത്ത്. അപ്പൊ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്തായി വേരിയബിൾ അസൈൻ ചെയ്തിരിക്കുന്നത് ഈ ലിസ്റ്റിനെ ടപ്പിൾസ് ആക്കിയാണ്ടാണ്. അപ്പൊ എന്താ വെച്ചാൽ വീണ്ടും നമ്മൾ ആ ഡാറ്റ എന്ത് ചെയ്ത് ലിസ്റ്റിലോട്ട് ആദ്യം ലിസ്റ്റിലോട്ട് കൺവേർട്ട് ചെയ്തു. ലിസ്റ്റിൽ കുറച്ച് അപ്ഡേറ്റ് ഒക്കെ വരുത്തി നമുക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് ടപ്പിൾസിലോട്ട് മാറ്റിയിട്ട് എന്ത് ചെയ്തു ആ ടപ്പിൾസ് നമ്മൾ പ്രിന്റ് ചെയ്യാണ്. അപ്പൊ പ്രിന്റ് ചെയ്തപ്പോൾ 1 99 3 4. അപ്പൊ എന്തായി ടപ്പിൾസിൽ മാറ്റം വന്നു. പക്ഷെ നമ്മൾ എന്താ ചെയ്ത് ലിസ്റ്റിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് മാറ്റം വരുത്തി. ഇപ്പൊ ഇവിടെ അപ്ഡേറ്റ് ഐറ്റം ടപ്പിൾസ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്തു നമ്മൾ എന്ത് ഇപ്പൊ സെയിം സമയം തന്നെ ജോൺ അബ്രഹാം റീന. അപ്പൊ വൈ എന്ന് പറഞ്ഞിട്ട് ആദ്യം എന്ത് നെയിം ഡാറ്റനെ ലിസ്റ്റ് ആക്കിയതിനു ശേഷം വൈന്റെ 0 ജോണിനെ മാറ്റി മില്ലർ ആക്കി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും ടപ്പിൾസ് എന്ന് പറഞ്ഞ ഫംഗ്ഷന്റെ ഉള്ളിലോട്ട് ഈ ലിസ്റ്റിനെ ഇങ്ങോട്ട് ആഡ് ചെയ്തു. എന്നിട്ട് നെയിം ഡാറ്റയിലോട്ട് സ്റ്റോർ ചെയ്തു. അപ്പൊ നെയിം ഡാറ്റ എന്ന് പറഞ്ഞ ഈ ഫസ്റ്റത്തെ വേരിയബിളിലോട്ട് ജോൺ പോയിട്ട് മില്ലർ വരും. ഇനി എന്ത് ചെയ്യുന്നു നമ്മൾ ജസ്റ്റ് അപ്പൻഡ് ഇപ്പൊ ചെയ്ത് തന്നെ നമ്മൾ എന്താ ആഡ് ചെയ്യാൻ എന്ത് ചെയ്തു ജോൺ അബ്രഹാം റീന ലിസ്റ്റ് ചെയ്തു നെയിം ഡാറ്റിനെ. ഈ വൈ എന്ന് പറയുന്നത് ഇതിന്റെ ലിസ്റ്റ് ആണ് ജോൺ അബ്രഹാം റീന. എന്നിട്ട് അതിലോട്ട് അപ്പൻഡ് ചെയ്തു മില്ലർ. അപ്പൊ മില്ലറിന് അപ്പൻഡ് ചെയ്യുമ്പോൾ ജോൺ അബ്രഹാം റീന ലാസ്റ്റിൽ മില്ലർ. അതാണ് നമ്മളെ ലിസ്റ്റിന്റെ റൂള്. എന്നിട്ട് എന്ത് ചെയ്തു ആ ലിസ്റ്റിനെ ഈ വൈ എന്ന് പറഞ്ഞ ലിസ്റ്റിനെ ടപ്പിൾസിലോട്ട് വീണ്ടും കൺവേർട്ട് ചെയ്തു. അപ്പൊ നെയിം ഡാറ്റയിലോട്ട് സ്റ്റോർ ചെയ്തപ്പോൾ നെയിം ഡാറ്റ അഥവാ ഈ പുതിയ ടപ്പിൾ ആയിട്ട് വന്നതിൽ മില്ലർ വന്നു. സിമ്പിൾ ആണ്. ജസ്റ്റ് ഒരു വട്ടം ചെയ്ത് നോക്കിയാൽ നിങ്ങള്. ഇനി റിമൂവ് ഐറ്റം നമ്മൾ ലിസ്റ്റിൽ എങ്ങനെ റിമൂവ് ചെയ്യലും ഒരു സ്പെസിഫിക് ആയിട്ട് റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് ആ ഫംഗ്ഷൻ്റെ ഉള്ളിൽ കൊടുക്കും. അപ്പൊ ആദ്യം ടപ്പിൾസിൽ അത് പോസിബിൾ അല്ല. ടപ്പിൾസിനെ ലിസ്റ്റിലോട്ട് കൺവേർട്ട് ചെയ്തു. വൈ ഇപ്പൊ ലിസ്റ്റ് ആണ്. ഈ ലിസ്റ്റിൻ്റെ ഉള്ളിൽ നിന്ന് ഡോട്ട് റിമൂവ് എന്നിട്ട് എന്താണ് വേണ്ടത് ജോൺ കൊടുക്കുക. അപ്പൊ ജോൺ റിമൂവ് ആയി. എന്നിട്ട് എന്ത് ചെയ്തു ആ വീണ്ടും ആ വൈ പറഞ്ഞ ലിസ്റ്റിനെ ടപ്പിൾസ് എന്ന് പറഞ്ഞ ഫംഗ്ഷനുള്ളിലോട്ടിട്ട് എന്നിട്ട് അത് നെയിം ഡാറ്റയിൽ സ്റ്റോർ ചെയ്തു. അപ്പൊ നെയിം ഡാറ്റ എന്ന് പറയുന്നത് ഇപ്പൊ എന്തായി ടപ്പിൾസ് ആയിട്ടുള്ള പുതിയ ഡാറ്റ ടപ്പിൾസ് ആയി വന്നു. എന്നിട്ട് നെയിം ഡാറ്റ പ്രിന്റ് ചെയ്യുമ്പോൾ ഈ ജോൺ പോയിട്ട് അബ്രഹാമും റീനയും മാത്രം ഉണ്ടാവും. ചുമ്മാ ജസ്റ്റ് കൺവേർട്ട് ചെയ്യാ പോരാ, അത്രേ ഉള്ളൂ. ഞാൻ നമുക്ക് ഇവിടെ ചുമ്മാ ഒരു എക്സാമ്പിൾ കൂടി ചെയ്യാം. ആദ്യം പാരന്തിസിസ് ഞാൻ സിംഗിൾ വാല്യൂ ആണോ എന്ന് കാണിച്ചു തരാൻ. ഇപ്പൊ ജോൺ എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്ത് നോക്കുക. എന്താ ഉണ്ടാകും നോക്കാം. വേണ്ട STR ഏകദേശം ഒരു കോമയും കൂടി കൊടുത്ത് വിചാരിച്ചോ. അത്രേ ഉള്ളൂ. ആ ഒരു കോമ കൊടുക്കുമ്പോൾ നമുക്കത് ടപ്പിൾസ് ആയിട്ടാണ് പൈത്തൺ മനസ്സിലാക്കി എടുക്കുന്നത്. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു തരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇവിടെ ജോണ് റീന റാം എന്ന് പറഞ്ഞ 3 ആളുണ്ട്. ഇതിലോട്ട് ഇപ്പം നമ്മൾ നെയിം പ്രിന്റ് ചെയ്യുമ്പോൾ ടപ്പിൾസ് ആണ്. ഈ നെയിമിന്റെ 0 അബ്രാണ് കൊടുത്ത് റൺ ചെയ്തു. പോസിബിൾ അല്ല. ഐറ്റം അസൈൻമെന്റ് പോസിബിൾ അല്ല. നെയിമിന് എന്ത് ചെയ്യും ടെസ്റ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞ പേര് കൊടുത്തുകൊണ്ട് എന്ത് ചെയ്തു ലിസ്റ്റ് ഫംഗ്ഷന്റെ ഉള്ളിൽ നെയിമിനെ കൊടുത്തു റൺ ചെയ്തു. അപ്പൊ ഒന്നും സംഭവിച്ചില്ല. നമ്മൾ ലിസ്റ്റിലോട്ട് കൺവേർട്ട് ആയി. എറർ അടിച്ചില്ല. ടെസ്റ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എടുത്തിട്ട് പ്രിന്റ് ചെയ്തു. അപ്പൊ എന്തായി ഇത് ലിസ്റ്റ് ആയിട്ട് വന്നു. ഈ ജോൺ റാം റീന റാം എന്ന് പറഞ്ഞു. ഇനി നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇപ്പൊ ഞാൻ എന്ത് ചെയ്ത് റിമൂവ് ചെയ്യാൻ പോവാണ്. അപ്പൊ ടെസ്റ്റ് ലിസ്റ്റിന് എന്ത് ചെയ്തു ഡോട്ട് റിമൂവ് എന്ന് പറഞ്ഞുകൊണ്ട് റാമിനെ കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു വീണ്ടും പ്രിന്റ് ചെയ്യാൻ ലിസ്റ്റ്. ഇത് നമ്മളെ ലിസ്റ്റിന്റെ റൂളാട്ടോ. ലിസ്റ്റിന്റെ വീഡിയോ കണ്ടിട്ട് കൺഫ്യൂഷൻ വരില്ല. റാം ഇതിൽ നിന്ന് പോയി നമ്മൾ എന്ത് ചെയ്തു റിമൂവ് എടുത്തില്ല. റാമിനെ റിമൂവ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യുക നമ്മളെ ഈ നെയിം ഉണ്ടല്ലോ നമുക്ക് ഇനി ആവശ്യം നമ്മൾ പുതിയ ഡാറ്റ എടുക്കാൻ പോകണം. അതുകൊണ്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. അല്ലെ നമുക്ക് പുതിയ ന്യൂ നെയിം അങ്ങനെ എന്തെങ്കിലും കൊടുക്കാൻ നമുക്ക് തൽക്കാലം. ഇനിയിപ്പോൾ ആ ഡാറ്റ പോകണ്ടെങ്കിൽ എന്ത് ചെയ്യും ന്യൂ നെയിമിന് കൊടുത്തിട്ട് ഇതിനെന്ത് ചെയ്യുക ടപ്പിൾസിലോട്ടാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. നമ്മൾ ലിസ്റ്റിലോട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ടപ്പിൾസിലോട്ട് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് എന്താ ലിസ്റ്റിന്റെ ഡാറ്റ ഇതിനോട്ട് കൊടുക്കുക. എന്നിട്ട് റൺ ചെയ്ത് നോക്കുക. എന്നിട്ട് പ്രിന്റ് ചെയ്യുന്നത് എന്താണ് ന്യൂ നെയിം ആണ് നമ്മൾ പ്രിന്റ് ചെയ്യുന്നത്. ന്യൂ നെയിം പ്രിന്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ സംഭവിക്കുന്നത് ന്യൂ നെയിം എന്ന് പറയുന്നത് ടപ്പിൾസ് ആണ്.
അതിനുള്ള ടെസ്റ്റ് ലിസ്റ്റ് എന്ന് പറയുന്ന ഈ ഡാറ്റ ഉണ്ട്. അപ്പൊ റാമും ഒഴിവാക്കിയിട്ടുള്ള ജോണും റീനനെയും ടപ്പിൾസ് ആക്കിയിട്ട് തരുള്ളൂ. കണ്ടില്ലേ? ഫൈനൽ ഔട്ട്പുട്ട് ഇത്രേ ഉള്ളൂ. സെയിം സംഭവങ്ങൾ ഇപ്പൊ ഞാൻ റിമൂവ് ചെയ്തില്ല, ഞങ്ങൾ അപ്പൻഡ് റിമൂവ് ഓപ്പ് അങ്ങനെ എന്ത് വേണമെങ്കിലും ലിസ്റ്റിലുള്ള എല്ലാ ഓപ്പറേഷനും ഇവിടെ ചെയ്ത് നോക്കുക. അങ്ങനെ തന്നെ പ്രാക്ടീസ് ചെയ്യും. ലിസ്റ്റിലുള്ള എല്ലാ ഓപ്പറേഷനും ഇവിടെ പ്രാക്ടീസ് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സിമ്പിൾ വീഡിയോ ആണ്. ഇതേമാതിരി ടപ്പിൾസിന്റെ കാര്യങ്ങളും സെറ്റ്സ് കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഡാറ്റ ടൈപ്സ് കഴിഞ്ഞു. അതിനുശേഷം പിന്നെ നമുക്ക് എന്താ പറയാ ലൂപ്പ് ഫംഗ്ഷൻസ്, ലൂപ്പ് ഫോർ ലൂപ്പും വയൽ ലൂപ്പും ഉണ്ട്. അതുകൂടി കംപ്ലീറ്റ് ചെയ്തിട്ട് ഫംഗ്ഷൻസും ട്രൈ ക്യാച്ചും കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് കുറച്ച് അഡ്വാൻസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളോട് നോക്കിയിട്ട് പിന്നെ നൈസായിട്ട് DB ജാങ്കോ അങ്ങനെയായിട്ട് പോവാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഞാൻ എന്റെ വീഡിയോസ് കുറച്ച് സ്ലോ ആയിട്ടാണ് വരുന്നത്. എന്താ പറയുക വർക്കിന്റെ കാര്യമൊക്കെ ഉണ്ടായതുകൊണ്ടാണ്. പക്ഷെ നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങളിപ്പോൾ ആത്മാർത്ഥമായി ഭയങ്കര ഇൻട്രസ്റ്റിൽ വർക്ക് ചെയ്യണം, അപ്പോൾ കുറച്ചും കൂടി സ്പീഡായിട്ടുള്ള ഡാറ്റ ഒക്കെ വേണമെന്ന് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി മെസ്സേജ് തന്നത് ഞാൻ കൂടുതൽ ഗൈഡൻസ് തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.